ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. ഇന്ന് നമ്മൾ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ബിസ്ക്കറ്റ്സ് വെച്ചിട്ടാണ് ലെയർ ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി പുഡിങ്ങാണ്. അതിനു മുന്നേ എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എല്ലാവർക്കും ഹ്യൂജ് താങ്ക്സ്. സോ അപ്പോൾ നമുക്ക് പുഡിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത്. സ്ട്രൈറ്റ് അവേ നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് പോവാം. അതിനുവേണ്ടി നമ്മളൊരു ക്രീം ഉണ്ടാക്കണം. ആ ക്രീം മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ബോൾ എടുത്ത് വയ്ക്കാം. ആ ബോൾ നല്ല ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ക്രീം. സോ വെള്ളമൊന്നും ഇല്ലാതെ നന്നായി തുടച്ച് വയ്ക്കുക ബോൾ. ഇനി വിപ്പിംഗ് ക്രീം 250 ml വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബ്ലെൻഡറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം വേണേലും യൂസ് ചെയ്യാം. ഇനി അഥവാ വിപ്പിംഗ് പൗഡറാണ് നിങ്ങൾ യൂഷ്വലി വിപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്തായാലും 250 ml ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ബീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോ സ്പീഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് പതുക്കെ സ്പീഡ് കൂട്ടി വരാം. അപ്പോൾ നല്ലൊരു നല്ല തിക്ക് ആൻഡ് ക്രീം കൺസിസ്റ്റൻസി ആയാൽ മതി. ഇതൊരു ജെല്ലി ടൈപ്പ് പുഡിംഗ് അല്ല, നല്ല ക്രീമി ആയിട്ട് ഐസ്ക്രീം പോലെ അങ്ങനത്തെ ഒരു പുഡിങ്ങാണിത്. സോ നമ്മളത് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് പീക്സ് ഒന്നും എത്തണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് ബീറ്റിംഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. പുഡിങ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം ജസ്റ്റ് മിക്സിങ് ആൻഡ് ലെയറിങ് അത് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്യാൻ പറ്റും. വെക്കേഷനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാൻ പറ്റിയ പുഡിങ്ങാണ്. കാരണം ഗസ്റ്റ് വരുമ്പോൾ എന്തായാലും നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാൻ കാണും. അപ്പോൾ ഒരുപാട് ടൈമില്ല നമുക്ക് പുഡിങ്ങിൽ വേസ്റ്റ് ചെയ്യാൻ. സോ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, ടൈം സേവിങ് ആണ്. തലേന്ന് തന്നെ ഉണ്ടാക്കി വയ്ക്കാം ഫ്രിഡ്ജിൽ. സോ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു സ്പാച്ചുല യൂസ് ചെയ്ത് ഇതിൻ്റെ സൈഡ്സിൽ നിന്നെല്ലാം താഴേക്ക് തട്ടിയിടുക. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കും ക്രീമുമാണ്. റെയിൻബോൻ്റെ ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇതിനകത്ത് തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ രണ്ടിലും അത്യാവശ്യം സ്വീറ്റ്നെസ് ഉണ്ടാവും. സോ നമ്മൾ ഈ ഒരു പുഡിങ്ങിലേക്ക് എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുക. ഒരു 200 grams കണ്ടൻസ് മിൽക്കാണ് നമുക്ക് മൊത്തം ഇതിലേക്ക് ആവശ്യം. ഞാനിപ്പോൾ ആദ്യം ഒരു 40% ആഡ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. മധുരം പോരെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്കും 2 ടിൻ ഈ ക്രീമും ഫുൾ ഇങ്ങോട്ട് ആഡ് ചെയ്യുക. ഇത് മൊത്തം ഒരു 340 grams ക്രീമുണ്ട്. കുറച്ചൊരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ എൻഡ് റിസൾട്ടിൽ വലിയ ചേഞ്ച് ഒന്നും വരില്ല. സോ നിങ്ങളൊരു 300 gram എടുത്താലും ഓക്കെയാണ്. ഇതിപ്പോൾ 170 ഗ്രാമിൻ്റെ 2 ടിന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്രീമും ഇങ്ങോട്ട് ഇടുക. ഫസ്റ്റ് ടിന്നിട്ട് നമ്മൾ ഒരു ടിന്നൂടെ 170 ഗ്രാമിൻ്റെ ആഡ് ചെയ്യാം. ഇനി നമ്മളിത് ലെയർ ചെയ്യാൻ പോകുന്നത് സോൾട്ട് ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ക്രാക്ക് ജാക്കോ, നാട്ടിൽ കിട്ടില്ലേ, ക്രാക്ക് ജാക്കോ 50-50 അങ്ങനത്തെ ബിസ്ക്കറ്റ് ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ടക്ക് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ സോൾട്ട് ബിസ്ക്കറ്റ് അല്ല, നോർമൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. അല്ലെങ്കിൽ ഭയങ്കര ഒരു മധുരമായിരിക്കും പുഡിങ്ങിന്. നമ്മളിപ്പോൾ ഇവിടെ സോൾട്ട് ബിസ്ക്കറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതങ്ങ് ബാലൻസ് ആയി പോകും. ഓക്കെ, നമ്മളപ്പം കണ്ടൻസ് മിൽക്കും ഇതുപോലെ ക്രീമും ആഡ് ചെയ്തു. ക്രീമിൻ്റെ ഇതുപോലെ ടിന്നിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഒരു സ്പാച്ചുല യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സോ ഫുൾ ക്രീം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഒരു സ്പൂൺ യൂസ് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ, ഏതിനാണെങ്കിലും, ഇപ്പോൾ കേക്കിനാണെങ്കിലും ഐസ്ക്രീമിനാണെങ്കിലും എന്തിനാണെങ്കിലും, നമ്മൾ ഓൾറെഡി വിപ്പ് ചെയ്ത് വെച്ച ക്രീമിലേക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്ത് അത് പിന്നെ വിപ്പ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യാമെന്ന് പറയും, സ്പാച്ചുല കൊണ്ട് ഫോൾഡ് ചെയ്താലും മതി. കാരണം അത് ഒരുപാട് സ്പീഡിലിട്ട് അങ്ങ് വിപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ വിപ്ഡായി നിൽക്കുന്ന അതങ്ങ് താന്നു പോകും. സോ നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചെറിയൊരു ഫ്ലേവറിങ്ങിന് വേണ്ടി വെനില എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒത്തിരി കൂടുതൽ ചേർക്കേണ്ട, ഒരു 3-4 ഡ്രോപ്പ് ചേർത്താൽ മതി.
കാരണം അല്ലെങ്കിൽ ആ ക്രീമിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിയിട്ട് വെനിലയുടെ ഫ്ലേവറിങ് ആയിരിക്കും മുമ്പിൽ വന്ന് നിൽക്കുക. സോ കുറച്ച് ചേർത്താൽ മതി വെനില എസൻസ്. പിന്നെയും ഇതുപോലെ ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ സ്പീഡിലാണ് മിക്സ് ചെയ്തത്. ഇനി നമുക്ക് സൈഡ്സിൽ നിന്നെല്ലാം ഒന്ന് സ്ക്രേപ്പ് ഡൗൺ ചെയ്യുക. കാരണം ഈ ക്രീമൊക്കെ സൈഡിലിരുന്ന് കഴിഞ്ഞാൽ എല്ലാ ഫ്ലേവറും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. സോ നമ്മൾ എന്തെങ്കിലും ഫൈനൽ മിക്സിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ നിന്നെല്ലാം ഒന്ന് താഴേക്ക് ഇടുവാണെങ്കിൽ അത് ഫുള്ള് നല്ല ഈവൻ ടേസ്റ്റിലിരിക്കും. സോ ഇത് കഴിഞ്ഞ് നമ്മുടെ ക്രീം റെഡിയാണ്. ഇനി നമുക്ക് ലെയറിങ് മാത്രമേ ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാ പ്രോസസ്സും ലെയറിങ് ചെയ്തത് ഫ്രിഡ്ജിൽ വെക്കാൻ വരെ ഒരു ഏറിപ്പോയ 15 മിനിറ്റ്സ് അത്രയും മതി പുഡിങ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു ഗസ്റ്റും കുറേ ഒരു പാർട്ടി സെറ്റപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്കിത് വലിയ ഉപകാരമായിരിക്കും പുഡിങ് ഉണ്ടാക്കുന്നത്. പറഞ്ഞാൽ എത്ര വലിയ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ നോക്കുക. സോ നമ്മുടെ ക്രീം റെഡിയാണ്. മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലെയറിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിക്കുക. കാരണം ഈ ബിസ്ക്കറ്റ് നമ്മൾ ചുമ്മാ അങ്ങ് വെച്ച് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഇടയിലേക്ക് ക്രീം അബ്സോർബ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണും. സോ കുറച്ച് മിൽക്കിൽ ലൈറ്റായിട്ടൊന്ന് സോക്ക് ചെയ്താൽ മതി. സോക്ക് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോകും. പെട്ടെന്നൊന്ന് മുക്കുക എടുക്കുക, അത്രയേ വേണ്ടൂ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ക്രീമിൻ്റെ ലെയറാണ് ഈ പുഡിംഗ് ബോളിൽ വയ്ക്കുക. പിന്നെ ബിസ്ക്കറ്റ് ലെയർ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഫുള്ള് സെറ്റ് ചെയ്യുക. കണ്ടില്ലേ, ചെറുതായി ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി. ക്രീമിൻ്റെ ഒരു ലെയർ ഒഴിക്കുക, ബിസ്ക്കറ്റ്സ് ഇടുക. ലൈറ്റ് സോൾട്ട് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇത് മൊത്തത്തോടെ കഴിക്കുമ്പോഴേ. ആൻഡ് പുഡിങ്ങിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ഇങ്ങനെ ലെയറായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടും. അടുത്ത പുഡിങ്ങിൻ്റെ അടുത്ത മിക്സ് ലെയർ ഇട്ടു, ഫുൾ ഒഴിക്കുക. ഇനി ഇത് ഫൈനൽ മുകളിലത്തെ ലെയർ എത്തിക്കഴിയുമ്പം പുഡിങ് കുറച്ചൊരു തിക്ക് ലെയറായിട്ട് ഒഴിക്കുക. ഇനി ഞാനിവിടെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് പൊടിച്ചിട്ട് അതാണ് മുകളിലിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാരമലൈസ് ചെയ്ത നട്ട്സോ അല്ലെങ്കിൽ ചുമ്മാ നട്ട്സോ, പിസ്താഷ്യോ അല്ലെങ്കിൽ കാഷ്യൂ, ഏതെങ്കിലും നട്ട്സോ ഏതെങ്കിലും പൊടിച്ചിട്ടിടാം. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് തന്നെ യൂസ് ചെയ്തു. ഒരു ക്ലിംഗ് റാപ്പ് അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ യൂസ് ചെയ്ത് നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ 1 hour വയ്ക്കുക. ബാക്കി ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അതാണ് വേണ്ടത്. 2-3 ചെറിയ കണ്ടെയ്നേഴ്സിലും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ക്രീം. ഫസ്റ്റ് ഫ്രീസറിൽ വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഫേം ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്ന നേരം വരെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട് പുഡിങ്. എല്ലാം ബിസ്ക്കറ്റിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് സോക്കായി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. കണ്ടില്ല, നല്ല ക്രീമി ആൻഡ് ക്രഞ്ചി ഓൺ ദ ടോപ്പ് പുഡിംഗ് ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പുഡിങ്. കാരണം അത്രയ്ക്ക് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. കണ്ടില്ല, നമ്മൾ ആ മുകളിലത്തെ ക്രീം ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലേക്ക് ഇങ്ങനെ ആയിരിക്കുക, ബിസ്ക്കറ്റ്സ് ആൻഡ് ക്രീം ഇടയിലായിട്ട്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ്സ് ഇടുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ്സ് ആയിട്ട് ഇടുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.